ഓൾ സ്മോൾ ഫിൻസിൽ നിന്നാണ്. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചില ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നമ്മുടെ മീനുകൾക്ക് ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടു. ഓൾ സ്മോൾ ഫിൻസിൽ നിന്നാണ്. അപ്പം നമ്മൾ കുറേ ആയി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പം ചിലവർക്കൊക്കെ ഹെൽപ്പാകും. ഫസ്റ്റ് ബിഗിനേഴ്സായിട്ട് ഫിഷ് കീപ്പിങ്ങിലേക്ക് വരുന്നവർക്ക് ഒരു ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് എങ്ങനെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പൂച്ച അങ്ങോട്ട് ചാടിപ്പോയി. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കാരണം നമുക്കാണെങ്കിൽ ഇവിടെ മഴ സമയമാകുമ്പോഴത്തേക്കിനും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. കുറച്ച് ഫിഷൊക്കെ ഡെഡായി പോകാറും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് എല്ലാം നഷ്ടപ്പെടും. അപ്പം പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഇടയ്ക്കൊക്കെ സെയിൽസും ചെയ്യുന്നുണ്ട്. അപ്പം സെയിൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന ഫിഷോ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്ന ഫിഷ് ആണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പരിപാടി എന്നും പറയാം. പക്ഷേ എന്നാലും കുറച്ച് കോസ്റ്റ് ഒക്കെ ഉണ്ട്. കാരണം നമ്മളിവിടെ മിക്ക ടാങ്കുകളും നമ്മളിങ്ങനെ ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഴവെള്ളം ഡയറക്റ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ടാങ്ക്സും ഇങ്ങനെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ താഴെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ നിങ്ങൾക്ക് എൻ്റെ പുറകെ നോക്കിയാലൊക്കെ കണ്ടില്ലേ, ഭിത്തിയുടെ മണ്ടയിലൊക്കെ ക്ലാമ്പൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ടാങ്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷെയ്ഡിൻ്റെ അടിയിൽ പിന്നെ ഒരുപാട് മഴ കൊള്ളാത്ത പോലെയാണ് മിക്ക ടാങ്കുകളും സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ചില വലിയ ടാങ്കുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഷെയ്ഡ് അതിന് തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വലിയൊരു ഫെസിലിറ്റി പോലെ കെട്ടി മറച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ടാങ്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്ക ടാങ്കുകളും കണ്ടാൽ അറിയാം എല്ലാത്തിലും ഹീറ്ററുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ എക്സ്പെൻസീവ് ആണ്, ചിലപ്പോൾ ബഡ്ജറ്റ് രീതിയിലാകാനും ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഹീറ്ററൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ കറണ്ട് ചാർജ് വരും. അപ്പം എല്ലാത്തിലും ഹീറ്റർ വെച്ചിട്ടുണ്ട്. എല്ലാം ടെമ്പറേച്ചർ ഓരോന്നിനും ഓരോ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിന് ഓട്ടോ കട്ടുണ്ട്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഇതാകുമ്പോഴത്തേക്കിനും തന്നെ അത് കട്ടാകുന്ന പോലെ നമ്മൾ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് കുറച്ചേലും മീൻ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ട് തോന്നാൻ തുടങ്ങിയത്. അപ്പം അത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ടാങ്കിന് വെച്ച് തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാ ടാങ്കിലും ഹീറ്റർ വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആണെങ്കിൽ കോൺക്രീറ്റ് ടാങ്കും ഉണ്ട്, പിന്നെ നമ്മൾ ടാർപോളിൻ വെച്ച് ചെയ്തേക്കുന്ന ടാങ്കും ഉണ്ട്. കോൺക്രീറ്റ് ടാങ്കിൽ ഈ ടെമ്പറേച്ചർ ഇഷ്യൂ അങ്ങനെ വലിയ ഇത് വരുന്നില്ല. അതുകൊണ്ട് അവിടെ മെയിൻറ്റെയിൻ ആയിട്ട് നിന്നോളൂ. അത്യാവശ്യം ആഴമുള്ളതുകൊണ്ട് ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ആയി നിന്നോളൂ. പിന്നെ കവറുള്ളതുകൊണ്ട് ഡയറക്റ്റ് വെള്ളവും വീഴാത്തതുകൊണ്ട് pH കാര്യങ്ങളും ഒന്നും മാറുന്നുമില്ല. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മുടെ ഈ ടാർപോളിൻ ടാങ്ക്സിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഈ ടാങ്കിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഹീറ്റർ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഹീറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോയ്സിനൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് പിന്നെ ഇഷ്യൂസൊക്കെ മാറി തുടങ്ങിയത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ഈ കുറേ ഡിസീസസ് ഫിഷിന് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് സ്പോട്ട് ഡിസീസൊക്കെ ഇല്ലേ. വൈറ്റ് സ്പോട്ട് ഡിസീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഫിഷ് വീക്കായി തുടങ്ങും. ഈ ഹീറ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ തുടങ്ങിയത്. നമ്മളിങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ മാറി മാറി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഒന്ന് ശരിയായി വരുന്നത്. ഇതൊന്നും നമുക്ക് അങ്ങോട്ട് ചെന്ന ഉടൻ തന്നെ ഇതൊന്നും നമുക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അങ്ങ്
നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ എങ്ങനെയാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ ആയി ഈ മഴ സമയത്ത് നമുക്കിങ്ങനെ ഫിഷൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി. പക്ഷേ എന്ന് പറഞ്ഞാലും ഇതെല്ലാം വെച്ചിട്ടും നമുക്ക് മഴയത്ത് ചിലതൊക്കെ എന്തോ ഷോക്കടിച്ച പോലെ ഇന്ന് കാണുന്നത് നാളെ കാണത്തില്ല എന്നുള്ള രീതിയിൽ പോകാറുണ്ട്. അത് പിന്നെ എന്താ പറ്റുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പം അതിന് ഇമ്മ്യൂണിറ്റി കുറവുകളായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളത്. കാരണം ഇതെല്ലാം നമ്മൾ മാൻമെയ്ഡ് ടാങ്ക്സ് ആണ്. അപ്പം ഇതെങ്ങനെയും നമ്മളൊരു നാച്ചുറൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഫിഷ് കീപ്പിങ്ങിൽ ഇറങ്ങി നിൽക്കുന്നവരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഓക്കെ ആയിട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിയിൽ ചെയ്തേക്കുന്ന ടാങ്ക്സിലാണെങ്കിലും ബാക്കിയുള്ള ടാങ്ക്സിലാണെങ്കിലും പ്ലാന്റ്സ്, പിന്നെ ഓക്സിജൻ, നമ്മൾ എയർ പമ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ പമ്പ് ഇട്ടേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈബേറിയസ് ആയിട്ടുള്ള ഈ മോളീസ്, ഗപ്പി അങ്ങനത്തേനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയറേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുവാണെങ്കിൽ. പക്ഷേ എയറേഷൻ ഇടുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ, പിന്നെ വെള്ളത്തിനൊരു മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടും ഈ വലിയ ടെമ്പറേച്ചർ ഇഷ്യൂസ്, പിന്നെ ഓക്സിജൻ ലെവൽ ഇല്ലായ്മ, അങ്ങനത്തെ ഒരു ഇതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ മോർട്ടാലിറ്റി റേറ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്കിൽ മാക്സിമം ഇടാൻ പറ്റുന്ന മീൻ മാക്സിമം എന്ന് പറഞ്ഞാൽ കുത്തി നിറച്ച് ഇടല്ലേ. ഒരു പർട്ടിക്കുലർ എണ്ണം മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ. ഓവർ സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ മോർട്ടാലിറ്റി റേറ്റ് ഇതുപോലത്തെ ഈ നല്ല തണുപ്പുള്ള സമയത്ത് ആകാറുണ്ട്. എനിക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഹാപ്പി ഫിഷ് കീപ്പിംഗ്. ബൈ.